പ്രിയപ്പെട്ടവരെ, മണി റേക്കി എന്നത് സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കുന്നതിനും പോസിറ്റീവ് ആയ ഊർജ്ജത്തിലൂടെ സമ്പത്ത് ആകർഷിക്കുന്നതിനും സഹായിക്കുന്ന ഒരു ആത്മീയ ചികിത്സാരീതിയാണ്. ഇത് കേവലം പണം വരാനുള്ള ഒരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് പണത്തോടുള്ള നമ്മുടെ മനോഭാവത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു വഴിയാണ്. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണം പലപ്പോഴും പണത്തെക്കുറിച്ച് നമുക്കുള്ള തെറ്റായ ധാരണകളും നെഗറ്റീവ് ഊർജ്ജവുമാണ്. മണി റേക്കി ഈ തടസ്സങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. മണി റേക്കി പഠിക്കുമ്പോൾ പണത്തെ 3 വ്യത്യസ്ത ഊർജ്ജ തലങ്ങളായി തിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കുന്ന ഊർജ്ജം, നിങ്ങളുടെ അധ്വാനം, ശമ്പളം, സേവിങ്സ് എന്നിവ ഇതിൽ വരുന്നു. നിങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കൾ, സമൂഹം എന്നിവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച പണത്തെക്കുറിച്ചുള്ള ധാരണകൾ. ഉദാഹരണത്തിന്, പണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന കുടുംബത്തിലെ പഴയ വിശ്വാസം നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ തടഞ്ഞേക്കാം. ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ഊർജ്ജം. മണി റേക്കി പഠിപ്പിക്കുന്നത് പണം വെറും കറൻസിയല്ല, മറിച്ച് നമ്മുടെ പൂർവികരിൽ നിന്ന് കൈമാറി വന്ന ഒരു ഊർജ്ജസ്മരണ കൂടിയാണെന്നാണ്. പലപ്പോഴും നിങ്ങളുടെ കഠിനാധ്വാനം ഫലം കാണാത്തത് നിങ്ങളുടെ മണി DNA-യിൽ പണത്തോടുള്ള ഭയം അല്ലെങ്കിൽ വെറുപ്പ് ഉള്ളതുകൊണ്ടാകാം. ഉദാഹരണത്തിന്, പണക്കാരെല്ലാം മോശക്കാരാണ് എന്ന കേട്ടുപഴകിയ ബോധം. നമ്മുടെ ജീവിതത്തിൽ പണം വരുന്നുണ്ടെങ്കിലും നിൽക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവിടെ എനർജി ലീക്ക് ഉണ്ടെന്നാണ്. അനാവശ്യമായ ഭയം, മറ്റുള്ളവരോടുള്ള അസൂയ അല്ലെങ്കിൽ ദാനം ചെയ്യുന്നതിലുള്ള വിഷമം എന്നിവ ഊർജ്ജത്തെ ചോർത്തിക്കളയുന്നു. മണി റേക്കി ഒരു സീലർ ആയി പ്രവർത്തിക്കുന്നു. ഇത് നിങ്ങളുടെ ഊർജ്ജ മണ്ഡലത്തെ ശക്തിപ്പെടുത്തി സമ്പത്തിനെ ഉള്ളിൽ തന്നെ നിലനിർത്താൻ സഹായിക്കുന്നു. മണി റേക്കിയിലെ ഒരു അഡ്വാൻസ്ഡ് രീതിയാണ് പണത്തിന്റെ ആത്മാവുമായി സംസാരിക്കുക എന്നത്. പണത്തെ ഒരു വ്യക്തിയായി സങ്കൽപ്പിക്കുക. നിങ്ങൾ പണത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? പേഴ്സിൽ ചുരുട്ടിക്കൂട്ടി വെക്കുകയാണോ? പണം ചിലവാക്കുമ്പോൾ ദേഷ്യപ്പെടുകയാണോ? പണത്തോട് ഒരു അതിഥിയോടെന്ന പോലെ പെരുമാറാൻ മണി റേക്കി പഠിപ്പിക്കുന്നു. നിങ്ങൾ പണത്തെ ബഹുമാനിക്കുമ്പോൾ പണം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. മണി റേക്കി പ്രകാരം സമ്പത്തിന് 4 തുക്കളുണ്ട്. നമ്മൾ ഏത് ഘട്ടത്തിലാണെന്ന് അറിഞ്ഞു വേണം റേക്കി ചെയ്യാൻ. വിതയ്ക്കൽ, പുതിയ ആശയങ്ങൾ തുടങ്ങുന്ന സമയം. ഇവിടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ടത് ഐഡിയകൾ ലഭിക്കാനാണ്. പരിപാലനം, വരുമാനം വരുന്നുണ്ടെങ്കിലും ലാഭം കാണാത്ത അവസ്ഥ. ഇവിടെ റേക്കി ഊർജ്ജം നൽകേണ്ടത് സ്ഥിരതയ്ക്കാണ്. കൊയ്ത്ത്, ലാഭം വരുന്ന സമയം. ഇത് കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യാൻ റേക്കി സഹായിക്കുന്നു. വിശ്രമം, സാമ്പത്തിക തളർച്ച നേരിടുന്ന സമയം. ഇവിടെ നെഗറ്റീവ് എനർജി ക്ലീൻസിംഗിനാണ് മുൻഗണന നൽകേണ്ടത്. നമ്മൾ പണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഉപബോധമനസ്സിൽ ചിലപ്പോൾ പണത്തെ വെറുക്കുന്നുണ്ടാകാം. ഉദാഹരണത്തിന്, പണമുണ്ടായാൽ സ്വസ്ഥത പോകുമോ, അല്ലെങ്കിൽ ബന്ധുക്കൾ ശത്രുക്കളാകുമോ എന്ന ഭയം. മണി റേക്കി ഈ ഷാഡോ എനർജിയെ പ്രകാശിപ്പിക്കുകയും പണം ലഭിക്കുമ്പോൾ അനുഭവപ്പെടുന്ന കുറ്റബോധം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. മണി റേക്കി വെറും ശരീരത്തിലല്ല ചെയ്യുന്നത്. നിങ്ങളുടെ വീടിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ അഗ്നികോണിൽ മണി റേക്കി ചിഹ്നങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത് സാമ്പത്തിക ഒഴുക്ക് വർദ്ധിപ്പിക്കും. നമ്മൾ പലപ്പോഴും സാമ്പത്തിക ശാസ്ത്രവും ആത്മീയതയും രണ്ടായി കാണുന്നു. എന്നാൽ മണി റേക്കി ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. വെറുതെ റേക്കി ചെയ്യുന്നത് പണം നൽകില്ല. മണി റേക്കി ചെയ്യുന്നത് നിങ്ങളുടെ തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോർടെക്സ്-നെ ഉത്തേജിപ്പിക്കാനാണ്. ഇത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും റിസ്ക് എടുക്കാനുള്ള ഭയം കുറയ്ക്കാനും സഹായിക്കുന്നു. കടം എന്നത് വെറും പണമല്ല, അത് ഒരാളിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ സമയം ആണ്. നിങ്ങൾ പണം കടം കൊടുക്കാനുള്ള ആളുകളുടെ പേര് ഒരു പേപ്പറിൽ എഴുതുക. അതിനു മുകളിൽ മണി റേക്കി ചിഹ്നങ്ങൾ വരച്ച്
അവർക്ക് ആ പണം തിരികെ നൽകാനുള്ള സാഹചര്യം പ്രപഞ്ചം ഒരുക്കുന്നതായി സങ്കൽപ്പിക്കുക. ഇവിടെ ദേഷ്യത്തിന് പകരം കരുണ ആണ് നൽകേണ്ടത്. ഇത് ആ കടത്തിന്റെ നെഗറ്റീവ് വൈബ്രേഷൻ മുറിച്ചുമാറ്റും. ബിസിനസ് കരാറുകളിൽ ഒപ്പിടുന്ന പേനയ്ക്ക് റേക്കി നൽകുക. അതുവഴി ഒപ്പിടുന്ന കാര്യങ്ങൾ ശുഭകരമാകാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ കാർഡുകളിൽ മണി റേക്കി എനർജി നിറയ്ക്കുക. ഇത് ലഭിക്കുന്നവർക്ക് നിങ്ങളോട് ഒരു പോസിറ്റീവ് കണക്ഷൻ തോന്നാൻ സഹായിക്കും. നമ്മുടെ ഉപബോധമനസ് ഏറ്റവും കൂടുതൽ തുറക്കപ്പെടുന്നത് ഉറക്കത്തിലാണ്. ഉറങ്ങുന്നതിന് മുൻപ് 2 ഉള്ളംകൈകളും ഹൃദയത്തിനു മുകളിൽ വച്ച് മണി റേക്കി ആവാഹിക്കുക. ഞാൻ ഉറങ്ങുമ്പോഴും പ്രപഞ്ചം എനിക്കായി സമ്പത്ത് ഒരുക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഉറക്കത്തിൽ നിങ്ങളുടെ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് മാറി അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന പ്രക്രിയയാണിത്. മണി റേക്കി പ്രകാരം പണം വെറും പേപ്പറല്ല, അത് 3 നിയമങ്ങൾ പാലിക്കുന്ന ഒരു ഊർജ്ജമാണ്. സംക്രമണ നിയമം: പണം ഒഴുകിക്കൊണ്ടിരിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ പണം ഒരിടത്ത് മാത്രം കുടുങ്ങിക്കിടന്നാൽ അതിന്റെ ഊർജ്ജം നശിക്കും. റേക്കി ചെയ്യുന്നത് ഈ ഒഴുക്കിനെ സുഗമമാക്കാനാണ്. ഉദ്ദേശ്യ നിയമം: നിങ്ങൾ പണം ചിലവാക്കുന്നത് എന്തിനുവേണ്ടിയാണ്? പേടിയോടെയാണോ അതോ സന്തോഷത്തോടെയാണോ? നിങ്ങളുടെ ഇന്റൻഷൻ ആണ് പണത്തിന്റെ വൈബ്രേഷൻ നിശ്ചയിക്കുന്നത്. സത്യസന്ധതയുടെ നിയമം: ധർമ്മത്തിന് നിരക്കാത്ത രീതിയിൽ വരുന്ന പണം റേക്കി ഊർജ്ജത്തെ തകർക്കും. മണി റേക്കിയിൽ വാലറ്റ് എന്നത് പണത്തിന്റെ വീടാണ്. അത് വൃത്തിയായി സൂക്ഷിക്കുന്നത് വലിയ മാറ്റമുണ്ടാക്കും. അനാവശ്യമായ ബില്ലുകൾ ഒഴിവാക്കുക. പഴയ ബില്ലുകൾ കടത്തിന്റെ ഊർജ്ജം പേറുന്നവയാണ്. അവ വാലറ്റിൽ സൂക്ഷിക്കുന്നത് പുതിയ പണം വരുന്നതിനെ തടയും. നോട്ടുകൾ അടുക്കി വെക്കുക. നോട്ടുകൾ മടക്കിയോ ചുരുട്ടിയോ വെക്കാതെ വലിപ്പക്രമത്തിൽ അടുക്കി വെക്കുന്നത് പണത്തോടുള്ള നിങ്ങളുടെ ബഹുമാനത്തെ കാണിക്കുന്നു. പേഴ്സിനുള്ളിൽ ഒരു ചെറിയ പേപ്പറിൽ മണി റേക്കി ചിഹ്നം വരച്ചു വെക്കുന്നത് പണത്തെ ആകർഷിക്കുന്ന ഒരു മാഗ്നെറ്റ് ആയി പ്രവർത്തിക്കും. കടം എന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ ബന്ധിച്ചിരിക്കുന്ന ഒരു ചങ്ങലയാണ്. ഇതിൽ നിന്ന് മാറാൻ ഒരു പ്രത്യേക റേക്കി രീതിയുണ്ട്. നിങ്ങൾ പണം നൽകാനുള്ള ബാങ്കിന്റെയോ വ്യക്തിയുടെയോ പേര് എഴുതുക. അവർക്ക് ആ പണം നൽകുന്നതിലൂടെ അവർക്കും നിങ്ങൾക്കും ലഭിക്കുന്ന സന്തോഷം വിഷ്വലൈസ് ചെയ്യുക. ഈ കടം സ്നേഹത്തോടെയും കൃതജ്ഞതയോടെയും തീർന്നു പോകുന്നു എന്ന് പ്രഖ്യാപിക്കുക. ഇത് കടം നൽകാനുള്ള സാഹചര്യങ്ങളെയും വരുമാന മാർഗങ്ങളെയും തുറക്കാൻ സഹായിക്കും. ഇന്ന് പണം കൂടുതലും ഫോണിലൂടെയാണ് വരുന്നത്. നിങ്ങളുടെ ബാങ്കിംഗ് ആപ്പുകൾ തുറന്നുവെച്ച് ഫോണിന് മുകളിൽ കൈകൾ വെച്ച് മണി റേക്കി നൽകുക. ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ തടസ്സമില്ലാതെ നടക്കാനും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാനും ഇത് സഹായിക്കും. നിങ്ങളുടെ വീടിന്റെയോ ഓഫീസിന്റെയോ പ്രധാന വാതിലിന് മണി റേക്കി നൽകുക. സമ്പത്തിന്റെ ഊർജ്ജം ഉള്ളിലേക്ക് വരുന്നത് തടയുന്ന തടസ്സങ്ങളെ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഓരോ ദിവസവും റേക്കി നൽകുമ്പോൾ പണത്തിന്റെ സംഖ്യകളിലേക്ക്, ഉദാഹരണത്തിന് 8, 520, 741, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് റേക്കി പ്രവഹിപ്പിക്കുക. അക്കൗണ്ടിലെ ബാലൻസ് വെറും സംഖ്യയല്ല, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഊർജ്ജമാണെന്ന് സങ്കൽപ്പിക്കുക. ഓരോ തവണ പണം ചിലവാക്കുമ്പോഴും, അത് 1 രൂപയാണെങ്കിൽ പോലും, ആ തുക എഴുതി വയ്ക്കുക. ആ തുകയ്ക്ക് മുകളിൽ മണി റേക്കി ചിഹ്നം വിഷ്വലൈസ് ചെയ്ത് അതിനു നന്ദി പറയുക. നീ ലോകം ചുറ്റി ഗുണകരമായ കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ എന്നിലേക്ക് മടങ്ങി വരൂ എന്ന് ആ പണത്തെ ആശീർവദിക്കുക.
നമ്മുടെ ഉള്ളിലെ ദാരിദ്ര്യബോധത്തെ തിരിച്ചറിയാൻ ഒരു രീതി നമുക്ക് ഇപ്പോൾ നോക്കാം. ഇനി പറയുന്ന ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. എനിക്ക് പെട്ടെന്ന് ഒരു വലിയ തുക കിട്ടിയാൽ എനിക്ക് പേടി തോന്നുമോ? പണക്കാരെ കാണുമ്പോൾ എനിക്ക് ബഹുമാനമാണോ അതോ പുച്ഛമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലെ നെഗറ്റീവ് വശങ്ങളിലേക്ക് മണി റേക്കി നൽകുക. നിങ്ങളുടെ ഭയം മാറുന്നത് വരെ ഇത് തുടരുക. ഓരോ ബിസിനസ്സിനും വ്യക്തിക്കും പണത്തെ സംബന്ധിച്ച് ഒരു സിഗ്നേച്ചർ ഉണ്ട്. ചിലർക്ക് പണം വരും പക്ഷെ പെട്ടെന്ന് പോകും. ചിലർക്ക് പണം വരാൻ വലിയ താമസം എടുക്കും. മണി റേക്കി ഉപയോഗിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഓറ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ പണത്തിന് നൽകുന്ന സിഗ്നൽ മാറുന്നു. ഇത് നല്ല ക്ലയന്റുകളെയും തടസ്സമില്ലാത്ത പേയ്മെന്റുകളെയും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. പഴയ കാലത്തെ സാമ്പത്തിക തകർച്ചകൾ ഇപ്പോഴും നിങ്ങളുടെ ഊർജ്ജത്തെ ഭരിക്കുന്നുണ്ടാകാം. കണ്ണടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായ സമയത്തേക്ക് തിരികെ പോവുക. ആ പഴയ നിങ്ങൾക്ക് മണി റേക്കി ചിഹ്നങ്ങൾ അയച്ചു നൽകുക. ആ നഷ്ടം ഒരു പാഠമായിരുന്നുവെന്നും അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിരുന്നുവെന്നും സങ്കൽപ്പിക്കുക. ഇത് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിലെ സാമ്പത്തിക ആഘാതം ഇല്ലാതാക്കുന്നു. മണി റേക്കിയിൽ പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്ന രീതി നമുക്ക് ഇപ്പോൾ നോക്കാം. കാഴ്ച ഗോൾഡൻ നിറത്തിലുള്ള ഊർജ്ജം നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ നിറയുന്നത് കാണുക. ശബ്ദം പണം എന്നുന്ന ശബ്ദമോ ബാങ്ക് മെസ്സേജ് വരുന്ന ശബ്ദമോ റേക്കി ധ്യാനത്തിനിടയിൽ കേൾക്കാൻ ശ്രമിക്കുക. സ്പർശനം നോട്ടുകളുടെ സ്പർശനം മനസ്സിൽ അനുഭവിക്കുക. ഈ സെൻസറി ഇമേജുകളിലേക്ക് മണി റേക്കി ചിഹ്നങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ വേഗത്തിലാക്കും. ബിസിനസ് പ്രപ്പോസലുകൾ അയക്കുന്നതിന് മുൻപ് ലാപ്ടോപ്പിലോ ഫോണിലോ മണി റേക്കി ചിഹ്നങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് പോസിറ്റീവ് താൽപര്യം തോന്നാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ ഇൻബോക്സിലെ ആവശ്യമില്ലാത്ത സെയിൽസ് പരസ്യങ്ങളും നെഗറ്റീവ് വാർത്തകളും ഒഴിവാക്കുക. റേക്കി നൽകിക്കൊണ്ട് നിങ്ങളുടെ ഡിജിറ്റൽ ലോകത്തെ സമൃദ്ധിയിലേക്ക് റീസെറ്റ് ചെയ്യുക. നമുക്ക് എത്ര പണം ലഭിക്കണം എന്നത് നമ്മുടെ എനർജി ബോഡിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അളവിനെ ആശ്രയിച്ചിരിക്കും. പലർക്കും വലിയ തുകകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭയം തോന്നും. മണി റേക്കി ഉപയോഗിച്ച് നിങ്ങളുടെ മണിപൂര ചക്രം വികസിപ്പിക്കുക. ഇത് വലിയ ഉത്തരവാദിത്തങ്ങളും സമ്പത്തും ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തനാക്കും. നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിലോ ഇന്റർവ്യൂവിലോ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം കൈകൾ തുടയ്ക്ക് മുകളിൽ വയ്ക്കുക. മണി റേക്കി ഊർജ്ജം ആ മുറിയിലാകെ നിറയുന്നതായും അവിടെയുള്ള എല്ലാവരിലും ഒരു വിൻ മനോഭാവം ഉണ്ടാക്കുന്നതായും സങ്കൽപ്പിക്കുക. ഇത് തർക്കങ്ങൾ ഒഴിവാക്കാനും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവാനും സഹായിക്കും. നിങ്ങൾ ഒരു സംരംഭകനോ ഫ്രീലാൻസറോ ആണെങ്കിൽ നിങ്ങളുടെ സേവനത്തിന് വിലയിടുമ്പോൾ മണി റേക്കി ഉപയോഗിക്കാം. ഒരു തുക നിശ്ചയിക്കുമ്പോൾ ആ സംഖ്യയിലേക്ക് റേക്കി നൽകുക. ആ തുക നൽകുമ്പോൾ നിങ്ങളുടെ കസ്റ്റമർക്ക് സന്തോഷം തോന്നുന്നുണ്ടോ അതോ ഭാരമാണോ എന്ന് ശ്രദ്ധിക്കുക.
കസ്റ്റമർക്ക് മൂല്യം ലഭിക്കുന്നതിനൊപ്പം നിങ്ങൾക്കും സമൃദ്ധി നൽകുന്ന ഒരു സ്വീറ്റ് സ്പോട്ട് കണ്ടെത്താൻ റേക്കി സഹായിക്കും. പലർക്കും എത്ര പണം കിട്ടിയാലും ഒരു അഭാവം അനുഭവപ്പെടാറുണ്ട്. ഇത് പണത്തിന്റേതല്ല, മറിച്ച് അർഹതയില്ല എന്ന ചിന്തയുടേതാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ കൈകൾ വെച്ച് മണി റേക്കി ആവാഹിച്ചുകൊണ്ട് പറയുക, പ്രപഞ്ചത്തിലെ എല്ലാ ഐശ്വര്യങ്ങൾക്കും ഞാൻ അർഹനാണ്. എന്റെ ഉള്ളിലെ ശൂന്യത ഇപ്പോൾ സമൃദ്ധി കൊണ്ട് നിറയുന്നു. പലപ്പോഴും പണം വരാത്തതിനേക്കാൾ വലിയ പ്രശ്നം ഉള്ള പണം ചോർന്നു പോകുന്നതാണ്. മറ്റുള്ളവരുടെ സാമ്പത്തിക ബാധ്യതകൾ മാനസികമായി ഏറ്റെടുക്കുന്നതോ അനാവശ്യമായി പണം ചോദിക്കുന്നവരോട് നോ പറയാൻ കഴിയാത്തതോ നിങ്ങളുടെ റേക്കി ഊർജ്ജത്തെ തളർത്തും. മണി റേക്കി ഉപയോഗിച്ച് നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തിനു ചുറ്റും ഒരു സ്വർണ്ണ കവചം തീർക്കുക. ഇത് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത് തടയാൻ സഹായിക്കും. നിങ്ങൾ ഒരാൾക്ക് ശമ്പളം നൽകുമ്പോഴോ വെണ്ടർമാർക്ക് പണം നൽകുമ്പോഴോ മണി റേക്കി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ മൊത്തത്തിലുള്ള ഊർജ്ജം വർദ്ധിപ്പിക്കും. പണം കൈമാറുമ്പോൾ മനസ്സിൽ പറയുക, ഈ പണം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകട്ടെ. ഇങ്ങനെ നൽകുമ്പോൾ ആ പണം ഒരു വിത്തായി മാറുകയും അത് പത്തിരട്ടിയായി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് തന്നെ മടങ്ങിയെത്തുകയും ചെയ്യും. പണം എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണ് സമ്മർദ്ദം അനുഭവപ്പെടുന്നത്? ചിലർക്ക് നെഞ്ചിലോ വേരിലോ ഭാരം അനുഭവപ്പെടാം. ഇത് നിങ്ങളുടെ മുൻകാല സാമ്പത്തിക ആഘാതങ്ങളുടെ അടയാളമാണ്. മണി റേക്കി ചിഹ്നങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ഈ പ്രത്യേക ഭാഗങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുക. അവിടെ അടിഞ്ഞുകൂടിയ ഭയം നീക്കം ചെയ്യുമ്പോൾ പണത്തിന്റെ ഒഴുക്ക് തനിയെ വർദ്ധിക്കും. പണം എങ്ങോട്ടാണ് അനാവശ്യമായി പോകുന്നത് എന്ന് കണ്ടെത്താൻ മണി റേക്കി സഹായിക്കും. നിങ്ങളുടെ ഉള്ളം കൈകൾ തമ്മിൽ ഒരു സി റേക്കി ആവാഹിക്കുക. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന് മുകളിലൂടെ കൈകൾ സാവധാനം ചലിപ്പിക്കുക. ഏതെങ്കിലും പ്രത്യേക ഇടപാടുകൾക്ക് മുകളിൽ എത്തുമ്പോൾ കൈകളിൽ ഒരു തണുപ്പോ തടസ്സമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ എനർജി ലീക്ക് സംഭവിക്കുന്നത്. ആ ശീലം മാറ്റാൻ റേക്കി നൽകുക. മണി റേക്കിയെ ഭാരതീയ സങ്കല്പങ്ങളുമായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് ലക്ഷ്മി കുബേര എനർജി സിനർജി. ലക്ഷ്മി എനർജി എന്നാൽ പണത്തിന്റെ ഒഴുക്കും ഭംഗിയും ഐശ്വര്യവുമാണ്. കുബേര എനർജി എന്നാൽ പണത്തിന്റെ സംരക്ഷണവും നിക്ഷേപവുമാണ്. പണം വരുമ്പോൾ ലക്ഷ്മി റേക്കിയും അത് നിക്ഷേപിക്കുമ്പോൾ കുബേര റേക്കിയും വിഷ്വലൈസ് ചെയ്യുന്നത് സമ്പത്ത് നിലനിൽക്കാൻ സഹായിക്കും. ഓരോ തവണ ഫോണിൽ പണം വന്ന മെസ്സേജ് ടോൺ കേൾക്കുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതികരണം ശ്രദ്ധിക്കുക. പലർക്കും പെട്ടെന്ന് ഒരു ഷോക്ക് അല്ലെങ്കിൽ ആവേശം അനുഭവപ്പെടും. ഈ തീവ്രമായ വികാരങ്ങൾ പണത്തിന്റെ സ്ഥിരതയെ ബാധിക്കാം. റേക്കി ഉപയോഗിച്ച് ഈ ശബ്ദത്തോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ ശാന്തമായ സ്വീകാര്യത എന്ന നിലയിലേക്ക് മാറ്റുക. പണം വരുന്നത് ഒരു അത്ഭുതമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സ്വാഭാവികമായ ഒന്നാണെന്ന ബോധം ഉറപ്പിക്കുക. വരുമാന മാർഗങ്ങൾ ഒന്നിൽ നിന്നും പലതിലേക്ക് മാറ്റാൻ നമുക്ക് ഒരു വിഷ്വലൈസേഷൻ ടെക്നിക് നോക്കാം. 1
നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പല ദിശകളിലേക്ക് സ്വർണ്ണ നൂലുകൾ പടരുന്നതായി സങ്കൽപ്പിക്കുക. ഓരോ നൂലും ഓരോ വരുമാന മാർഗമാണ്: ശമ്പളം, ബിസിനസ്, നിക്ഷേപം, സമ്മാനങ്ങൾ. ഈ നൂലുകളിലൂടെ മണി റേക്കി ചിഹ്നങ്ങൾ പ്രവഹിപ്പിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വരാനുള്ള വഴികളെ വൈവിധ്യവൽക്കരിക്കും. വാക്കുകൾക്ക് വലിയ ഊർജ്ജമുണ്ട്. മണി റേക്കി പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാഷ മാറ്റാനാണ്. എനിക്ക് ഇത് വാങ്ങാൻ കഴിയില്ല, പകരം നിലവിൽ ഞാൻ ഇതിന് മുൻഗണന നൽകുന്നില്ല. പണം ചിലവായി പോയി, പകരം ഞാൻ പണം വിതരണം ചെയ്തു. വല്ലാത്ത കടബാധ്യതയാണ്, പകരം ഞാൻ എന്റെ കഴിഞ്ഞ കാലത്തെ നിക്ഷേപങ്ങൾ തീർക്കുന്നു. പണം കിട്ടാൻ കഷ്ടപ്പാടാണ്, പകരം സമ്പത്ത് എളുപ്പത്തിൽ എന്നിലേക്ക് ഒഴുകുന്നു. മൃഗങ്ങൾ വഴി തെറ്റാതെ വീട്ടിൽ തിരിച്ചെത്തുന്നതുപോലെ പണത്തിനും ഒരു തിരിച്ചുപോക്ക് സ്വഭാവമുണ്ട്. പണം എവിടെയാണോ ബഹുമാനിക്കപ്പെടുന്നത്, എവിടെയാണോ സന്തോഷത്തോടെ സ്വീകരിക്കപ്പെടുന്നത്, അവിടേക്ക് പണം വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കും. പണം ചിലവാക്കുമ്പോൾ അത് ലോകത്തിന് ചെയ്യുന്ന ഗുണത്തെ ഓർത്ത് അനുഗ്രഹിക്കുക. നിങ്ങൾ ഒരു ഹോട്ടലിൽ പണം നൽകുമ്പോൾ അത് അവിടുത്തെ തൊഴിലാളിയുടെ കുട്ടിയുടെ പഠനത്തിനോ മറ്റോ സഹായിക്കുന്നു എന്ന ചിന്തയോടെ റേക്കി നൽകുക. ഈ ബ്ലെസ്സിംഗ് ആ പണത്തെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തികശക്തിയായി മാറും. നിങ്ങളുടെ വീടിനുള്ളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഓരോ സാധനവും നിങ്ങളുടെ സാമ്പത്തിക ഊർജ്ജത്തെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഉപയോഗിക്കാത്ത പഴയ വസ്ത്രങ്ങൾ, തകരാറിലായ ഇലക്ട്രോണിക് സാധനങ്ങൾ, പഴയ പത്രങ്ങൾ എന്നിവ മാറ്റുക. ഓരോ സാധനം ഒഴിവാക്കുമ്പോഴും അവിടെ ഒരു ശൂന്യത ഉണ്ടാകുന്നു. ഈ ശൂന്യതയിലേക്ക് മണി റേക്കി ചിഹ്നങ്ങൾ വിഷ്വലൈസ് ചെയ്ത് പുതിയ സമൃദ്ധി ഇവിടെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രപഞ്ചം ഒരിക്കലും ഒരിടവും ശൂന്യമായി വെക്കില്ല, അവിടെ പണമോ അവസരങ്ങളോ വന്നു നിറയും. പണം വരാനായി കഠിനമായി പരിശ്രമിക്കുന്നതിനേക്കാൾ പണം നിങ്ങളിലേക്ക് വരുന്നത് തടയുന്ന തടസ്സങ്ങളെ മാറ്റാനാണ് റേക്കി സഹായിക്കുന്നത്. സമൃദ്ധി പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ്, അത് സ്വീകരിക്കാൻ നിങ്ങളെ തന്നെ അനുവദിക്കുക. റേക്കി ഊർജ്ജം നൽകുമ്പോൾ തന്നെ കൃത്യമായ സാമ്പത്തിക ആസൂത്രണവും കഠിനാധ്വാനവും തുടരുക. ആത്മീയ ഊർജ്ജവും ഭൗതികമായ കർമ്മവും ഒന്നിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് മാറുന്ന ഒന്നല്ല ഇത്. നിങ്ങളുടെ ചിന്താഗതിയും വൈബ്രേഷനും സ്ഥിരമായി പോസിറ്റീവ് ആയി നിലനിർത്താൻ ദിവസവും ചുരുങ്ങിയത് 5 മിനിറ്റ് മണി റേക്കിക്കായി മാറ്റിവെക്കുക. അവസാനമായി നിങ്ങൾ ഒരു നോട്ട് കൈകളിൽ വയ്ക്കുക. കണ്ണടച്ച് ആ നോട്ടിലൂടെ എത്രയോ കൈകൾ കടന്നുപോയിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കുക. ആ നോട്ടിൽ പറ്റിയിരിക്കുന്ന ദാരിദ്ര്യത്തിന്റെയോ ദുഃഖത്തിന്റെയോ അംശങ്ങൾ മണി റേക്കി പ്രകാശത്താൽ കഴുകിക്കളയുന്നതായി സങ്കൽപ്പിക്കുക. ശേഷം ആ നോട്ടിൽ സമൃദ്ധി മാത്രം നിറയുന്നതായി കാണുക. ഈ നോട്ട് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് ഒരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കും. ശ്വാസം മുറുക്കി പിടിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, അതുപോലെ പണത്തെയും മുറുക്കി പിടിക്കരുത്. അത് വരാനും പോകാനും അനുവദിക്കുമ്പോഴാണ് സമൃദ്ധി ഉണ്ടാകുന്നത്. എനിക്ക് ഇത്രയൊക്കെയേ ലഭിക്കൂ എന്ന ചിന്ത മാറ്റുക.
പ്രപഞ്ചത്തിന്റെ അളവറ്റ സമ്പത്തിന് നിങ്ങൾ അർഹനാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഓർക്കുക, പണം കൈകളിൽ എത്തുമ്പോൾ തലക്കനം കൂടാനല്ല, മറിച്ച് മറ്റുള്ളവരിലേക്ക് തല താഴ്ത്തി സ്നേഹത്തോടെ നോക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഐശ്വര്യം നിങ്ങളെ തേടി വരുമ്പോൾ കൂടുതൽ കരുണയുള്ളവരാകുമെന്ന് നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം. സമ്മതമാണെങ്കിൽ റിച്ച് ആൻഡ് ഹംബിൾ എന്ന് കമന്റ് ചെയ്യൂ. മണി റേഖയിൽ ഇതിനെ ദി ഫ്ലോ ഓഫ് ഗ്രേസ് എന്ന് വിളിക്കുന്നു. നന്ദിയും കരുണയും ഉള്ള ഹൃദയത്തിലേക്ക് മാത്രമേ പ്രപഞ്ചം കൂടുതൽ സമ്പത്ത് ഒഴുക്കുകയുള്ളൂ. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.